പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന അമിലു സയ്യിആതി സുമ്മ താബൂ മിൻ ബഅദിഹാ. എന്നാൽ തിന്മകൾ പ്രവർത്തിക്കുകയും എന്നിട്ട് അതിനുശേഷം പശ്ചാത്തപിക്കുകയും വിശ്വസിക്കുകയും ചെയ്തവർക്ക് തീർച്ചയായും നിന്റെ രക്ഷിതാവ് അതിനുശേഷം ഏറെ പുറത്തു കൊടുക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുന്നവനാകുന്നു. ഇപ്പോൾ തിന്മ പ്രവർത്തിച്ചിട്ട് മനുഷ്യന്മാർ സ്വാഭാവികമാണ് തിന്മ ചെയ്തു പോകും. അങ്ങനെ ചെയ്തു പോയാൽ തന്നെ പശ്ചാത്തപിച്ച് മടങ്ങണം, എന്ന ശേഷം വിശ്വസിക്കണം. അങ്ങനെയുള്ളവർക്ക് അള്ളാഹു ഏറെ പുറത്തു കൊടുക്കുന്ന കരുണ കാണിക്കുക. അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഗുണമാണ് കരുണ കാണിക്കാൻ. റഹ്മാനും റഹീം അല്ലേ, ഫാത്തിഹയിൽ 2 തവണ പറഞ്ഞിട്ടുണ്ടല്ലേ. റഹ്മാനുമാണ് റഹീമുമാണ്, കരുണാക്കടലുമാണ്. നമ്മുടെ മാതാവിൻ്റെ ഗർഭപാത്രത്തെ എന്താണ് റഹ്മു എന്ന് പറയും. ഗർഭപാത്രം അത്രക്കും സുരക്ഷിതമാണ്. അതുപോലെ തന്നെയാണ് അള്ളാഹു ആ റഹ്മു എന്നുള്ള പദം കൊണ്ട് പിന്നെ അള്ളാഹു ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ പശ്ചാത്തപിച്ച് അള്ളാഹുവിൻ്റെ അടിമ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു കാത്തിരിക്കും, തന്നിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നുണ്ടോ എന്ന് കാത്തിരിക്കും. അങ്ങനെ ആ അടിമ പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അള്ളാഹുവിന് ഏറെ സന്തോഷമാണ്. ഒരു മരുഭൂമിയിൽ വെച്ച് ഒട്ടകം നഷ്ടപ്പെട്ടു പോയ ശേഷം എന്ത് ചെയ്യണമെന്ന് ആകുലപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ അടുക്കലേക്ക് നഷ്ടപ്പെട്ടു പോയ ഒട്ടകം തിരിച്ചു വരുമ്പോഴുള്ള സന്തോഷമാണ് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുമ്പോൾ കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹു മനുഷ്യരെ തെറ്റിലേക്ക് ആകൃഷ്ടരാകുന്ന രൂപത്തിലാണ് സൃഷ്ടിച്ചത്. തെറ്റ് കണ്ടാൽ ചെയ്തു പോകുന്ന രൂപത്തിലാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത്. അപ്പോൾ സ്വാഭാവികമാണ്. അപ്പോൾ നമ്മൾ തെറ്റ് വരും. ഒരു തെറ്റും ചെയ്യാത്തവർ ഉണ്ടാവില്ല, പ്രവാചകന്മാരൊഴിച്ച്. പ്രവാചകന്മാർ തെറ്റിൽ നിന്ന് മുക്തരായി നിൽക്കാൻ അള്ളാഹു പ്രത്യേക ഒരു സ്ഥിതിവിശേഷത്തോടു കൂടിയാണ് പ്രവാചകന്മാരെ അള്ളാഹു ജനിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ തെറ്റൊന്നും ചെയ്യില്ല, പക്ഷേ സാധാരണ മനുഷ്യർ തെറ്റിലേക്ക് പോകും. അപ്പോൾ അത് നല്ലൊരു ഗുണവുമാണ്. നമ്മൾ തെറ്റൊന്നും ചെയ്തില്ല, നമ്മൾ അഹങ്കാരം വരും. സാധാരണക്കാരിൽ അഹങ്കാരം വരാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ തെറ്റുകൾ ചെയ്യുന്നവരാണ്, പാപികളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്ര ചെയ്താലും, നമ്മൾ ആരാധന എത്ര ചെയ്താലും അധികമല്ല എന്നുള്ളൊരു ത്വര നമുക്കുണ്ടാവും. അതേസമയം തെറ്റൊന്നും ചെയ്യാതെ ആരാധന എടുക്കുന്നവൻ ഞാനെല്ലാം തികഞ്ഞവനാണെന്നുള്ള ബോധം വരും. ആണ് ശപിക്കപ്പെട്ട ഇബ്ലീസിന് സംഭവിച്ചത്. ശപിക്കപ്പെട്ട ഇബ്ലീസിൻ്റെ അസൽ എന്തായിരുന്നു? പാപമായിരുന്നു. കാരണം ജിന്നുകളുടെ വംശത്തിൽപ്പെട്ടവനാണല്ലോ അവന്. മുഴുവൻ ജിന്നുകളെ നശിപ്പിച്ച് ആ ജിന്ന് മാതാപിതാക്കൾക്ക് ജനിച്ച വ്യക്തിയാണ് ഈ ഇബ്ലീസ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ദുഷിച്ച മാതാപിതാക്കളുടെ മക്കളെ അള്ളാഹു നരകത്തിലേക്ക് കൊണ്ടുപോകും. കാരണം ഈ മകന് സ്വർഗത്തിലായി കഴിഞ്ഞാൽ ഇവനെന്ത് ചെയ്യും? മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കുന്നവനാണ്. അപ്പോൾ അതുകൊണ്ട് ആ മാതാപിതാക്കൾ സ്വർഗത്തിലേക്ക് വരികയും ചെയ്യും അല്ലേ. അപ്പം അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹു ദുഷിച്ച വ്യക്തികൾ നരകത്തിൽ തന്നെ കഴിയണമെന്ന് ചിന്തിക്കുന്നവനാണ് അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനും കൂടിയാണ്. അപ്പോൾ ഈ ദുഷിച്ച മാതാപിതാക്കളുടെ മക്കളൊന്നും ഒരിക്കലും സ്വർഗത്തിലാക്കാൻ അള്ളാഹു ഉദ്ദേശിക്കില്ല, അള്ളാഹു ഉദവിയും നൽകില്ല. അപ്പം ഈ ശപിക്കപ്പെട്ട ഇബ്ലീസ് ആവട്ടെ ദുഷിച്ച മാതാപിതാക്കളുടെ മകനായിരുന്നു അല്ലേ. മുഴുവൻ ജിന്നുകളെ കൊന്നൊടുക്കുന്നതിന് അത്രക്കും പാപങ്ങൾ ചെയ്തിട്ടാണ് കൊന്നൊടുക്കുക. അള്ളാഹു അത്യധികം പൊറുക്കുന്നവനാണല്ലോ. ആ പൊറുക്കുന്നവനും കരുണാവാരിതുമായ ദൈവം ഇത്രക്കും കോപിഷ്ഠനാവണമെങ്കിൽ അത്രക്കും ഗുരുതരമായ പാപങ്ങളാണ് ജിന്ന് വർഗം ചെയ്ത് കൂട്ടിട്ടത്. നമ്മളെപ്പോലെ ഭൂമിയിൽ വസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അള്ളാഹു ജിന്ന് വംശത്തിന് ചെയ്തു കൊടുത്തിരുന്നു. പക്ഷെ എല്ലാ പരിധികളും ലംഘിച്ച് അക്രമങ്ങൾ ചെയ്തപ്പോൾ അള്ളാഹു അവരെ മൊത്തം നശിപ്പിക്കുകയാണ് ഉണ്ടായത്. ഈ അന്ന് പ്രസവിച്ച് വീണ അസാസി എന്ന ജിന്നൊഴികെ. അപ്പോൾ ഇവന് പിന്നെന്ത് ചെയ്തു? ജനിച്ച ഉടനെ തന്നെ മാലാഖമാരുടെ കൂട്ടത്തിലാണ് ഉണ്ടായിരുന്നത്. കാരണം മാലാഖമാർ ഇവനെ എടുത്തു കൊണ്ടുപോയി സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി അവർ ദൈവസന്നിധിയിലാണ് വളർത്തിക്കൊണ്ടുവന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സൽക്കർമ്മങ്ങൾ ചെയ്യല്ലോ അല്ലേ. അപ്പോൾ നല്ല മാതാപിതാക്കളുടെ കീഴിൽ മക്കൾ നന്നായി വരും. നല്ല അധ്യാപകൻ്റെ കീഴിൽ കുട്ടികളൊക്കെ നന്നായി വരും അല്ലേ. ദുഷിച്ച അധ്യാപകൻ്റെ കീഴിൽ കുട്ടികൾ മോശമാവും അല്ലേ. കള്ളൻ്റെ കയ്യിലാണ് ഒരു കുട്ടിയെ കിട്ടുന്നെങ്കിൽ ആ കുട്ടി മോഷ്ടാവും. ഒരു പള്ളിയിലെ അച്ഛൻ്റെയോ മറ്റു പാതിരിയുടെയോ കയ്യിലാണ് കിട്ടുന്നത്, ആ കുട്ടി നന്നായി വരും. സ്വാഭാവികമാണ്. അപ്പം മാലാഖമാരുടെ ആയിരുന്നു ഈ അസാസിൽ എന്ന ജിന്നിൻ്റെ കുട്ടി, ജിന്ന് വംശത്തിലെ കുട്ടി. അപ്പോൾ അവനെന്ത് ചെയ്തു?
സ്വാഭാവികമായും സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തു, സൽക്കർമ്മങ്ങളിൽ പ്രാർത്ഥനയൊക്കെ ചെയ്തു, ഒരു തെറ്റും ചെയ്യാതെ. മാലാഖമാർ തെറ്റും ചെയ്യാത്തവനാണല്ലോ. ആ ഇതുകൊണ്ട്, ആ മാലാഖമാരുടെ കൂടെ സഹവാസം കൊണ്ടില്ലേ, മുല്ലപ്പൂമ്പിടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് സൗരഭ്യം എന്ന് പറഞ്ഞ മാതിരി ആ മാലാഖമാരുടെ സഹവാസത്തിൽ അവൻ ചെയ്തു തെറ്റുകളൊന്നും ഈ ശപിക്കപ്പെട്ട ഇബ്ലീസ് ചെയ്തില്ല, സ്വാഭാവികം. പക്ഷെ അവന് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ അഹങ്കാരം വന്നു. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എന്തായാലും സ്വർഗത്തിലാണെങ്കിൽ സ്വർഗം കിട്ടുമെന്നുള്ള അഹങ്കാരം വന്നു. ഞാൻ ചെയ്തൊക്കെ മതി, ഞാൻ വലിയവനാണ് ചിന്ത വന്നു. അവൻ പശ്ചാത്തപിച്ച് മടങ്ങിയിട്ടേ ഇല്ല ഒരിക്കലും. ആ ശപിക്കപ്പെട്ടവൻ അവന് അള്ളാഹുവിന് വേണ്ടി ഇങ്ങനെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കും. മാലാഖമാർ അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു, സ്തുതിക്കുകയും ചെയ്യുന്ന പോലെ ഇവനും എന്ത് ചെയ്യും, ഈ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും ദൈവത്തെ. പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യില്ല, പശ്ചാത്തപിച്ച് മടങ്ങില്ല. വേണം പശ്ചാത്തപിച്ച് മടങ്ങി തെറ്റ് ചെയ്യണം. ഇവൻ തെറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ അഹങ്കാരിയായി മാറുകയും അങ്ങനെ പിന്നെ അഹങ്കാരം കൂടി കൂടി അവന് കിട്ടേണ്ടതായ ഭൂമി ഇപ്പോൾ മാലാഖമാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, എൻ്റെ വംശത്തെയൊക്കെ അള്ളാഹു നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ ഭൂമി, നമുക്ക് അവകാശപ്പെട്ട ഭൂമി തിരിച്ച് പിടിക്കണം എന്നുള്ള ചിന്തയൊക്കെ അവന് വന്നിട്ടുണ്ടാവും. ആ സമയത്താണ് ഈ ഭൂമി അള്ളാഹു മനുഷ്യനെ ഏൽപ്പിക്കുന്നത്, ഭൂമിയെ ഖലീഫയായിട്ട് മനുഷ്യനെ നിയോഗിക്കുന്നത്. ആ അസൂയൊക്കെ വരികയും ഈ അഹങ്കാരം എല്ലാം കൂടി കൂടിയിട്ടാണ് അള്ളാഹുവിൻ്റെ ശത്രുവായിട്ട് മാറിയത്. പറഞ്ഞു വരുന്നത് നമ്മൾ പശ്ചാത്തപിച്ച് മടങ്ങണം. തിന്മകൾ പ്രവർത്തിക്കും, തിന്മകൾ പ്രവർത്തിക്കുന്ന രൂപത്തിൽ തന്നെയാണ് അള്ളാഹു സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ച ശേഷം അള്ളാഹു സ്വർഗത്തിൽ കുറച്ചു കാലം വസിപ്പിച്ചത്. നമ്മളൊരു വാഹനം നിർമ്മിച്ചാൽ ആദ്യം നമ്മൾ ട്രയൽ റണ്ണ് ഓടിച്ചു നോക്കൂല. ഏത് വാഹന ഉപകരണങ്ങളും നിർമ്മിച്ചു കഴിഞ്ഞാൽ ചെക്ക് ചെയ്തു. ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ. ഞാനൊരു ഇൻവെർട്ടർ കമ്പനിയിൽ ചിലപ്പോൾ ജോലി ചെയ്യാൻ വേണ്ടി പോയിരുന്നു. അപ്പം ബോർഡുകളൊക്കെ വാങ്ങിയിട്ട് അസംബിൾ ചെയ്ത ശേഷം പൂർണ്ണമായി ഇൻവെർട്ടർ ആക്കിയ ശേഷം അവരെന്ത് ചെയ്യും, ചെക്ക് ചെയ്യാൻ ഒരു വ്യക്തിയുണ്ട്. അയാൾ പല രൂപത്തിൽ പല കണക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ബാറ്ററിയിൽ കൊടുത്ത് ചെക്ക് ചെയ്യും. അപ്പം അതിൽ ഫുൾ ചാർജ് ആയാൽ അതിൽ ശബ്ദം വരണം. ബാറ്ററി ലോ ബാറ്ററി ആണെങ്കിൽ ശബ്ദം വരണം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഫുൾ ചാർജുള്ള ബാറ്ററിയും ലോ ചാർജുള്ള ബാറ്ററിയും ഒക്കെ ഉണ്ട്. അതിലേക്ക് വെച്ച് കൊടുക്കും. അപ്പോൾ അതിലേക്ക് ശബ്ദം വരുന്നു ഒക്കെ ചെയ്യും. പുറത്തേക്കുള്ള ബൾബ് കൊടുക്കും, കൂടുതൽ വാട്ട്സുള്ള ബൾബ് കൊടുക്കും. അപ്പോൾ അതിൽ കീന്നുള്ള ശബ്ദം വരും. ഇതൊക്കെ ഫുള്ള് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്ത ശേഷം അതിൻ്റെ ടോപ്പ് ഇടുകയുള്ളൂ. എന്നിട്ട് അതിന് സ്റ്റിക്കറും ഒട്ടിക്കും. അപ്പോൾ ചെക്ക് ചെയ്യുക പൂർണ്ണമായും ഓക്കെ ആണെന്ന് നോക്കാൻ വേണ്ടി ചെക്ക് ചെയ്തതുപോലെ തന്നെ അള്ളാഹു എന്ത് ചെയ്തു, സുബ്ഹാനഹു വ തആല ആദമയും ഹവ്വയും സൃഷ്ടിച്ച് സ്വർഗത്തിൽ വസിപ്പിച്ചു. കാരണം എന്താണ്, പിന്നെ എല്ലാത്തിലും ഫിറ്റാണോ നോക്കണം. അതുകൊണ്ടാണ് അവിടെ പാപം ചെയ്യാനുള്ള അവസരം അള്ളാഹു ഉണ്ടായിക്കൊടുത്തത്. ശപിക്കപ്പെട്ട ഇബ്ലീസിനും അവിടെ സ്വർഗത്തിൽ വസിപ്പിച്ചതാണ്. കാരണം ഇബ്ലീസില്ലെങ്കിൽ ഒരു പാപം ചെയ്യില്ല. ഇപ്പോൾ ഇബ്ലീസിൻ്റെ പ്രേരണയിലാണ് ഇവർ വിലക്കപ്പെട്ട കനി കഴിച്ചത്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും പറയും, നമ്മൾ ആദം ആ കനി കഴിച്ചത് കൊണ്ട് നമ്മൾ കഷ്ടപ്പാടിലായി. ഒരിക്കലും പറയതൊക്കെ സംഭവാമി യുഗേ എല്ലാ സംഭവങ്ങളും നടക്കേണ്ടതാണ്, നടന്നേ തീരൂ അല്ലേ. ഭൂമിയിലേക്ക് അതൊന്നും വരണം, ഭൂമിയിലെ ഖലീഫയായിട്ട് വരണം. ഭൂമിയിലേക്ക് ഖലീഫയായി വരണമെങ്കിൽ തെറ്റ് ചെയ്യണം അല്ലേ. അപ്പം അതുപോലെ തന്നെ മനുഷ്യനിൽ തെറ്റ് ചെയ്യാനുള്ള ത്വരയുണ്ട്. തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പശ്ചാത്തപിച്ച് മടങ്ങും. അതൊക്കെ അവിടെ കാട്ടിക്കൊടുക്കൂല്ലേ, എല്ലാത്തിലും കാട്ടിക്കൊടുക്കും. റോബോട്ട് നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിന് തീപിടുത്തം വന്നാൽ അത് എന്ത് ചെയ്യും, മറ്റെന്തെങ്കിലും അതിനെ ആക്രമിക്കാൻ വന്നാൽ എന്ത് ചെയ്യും എന്നൊക്കെ അതിന് കാട്ടിക്കൊടുക്കണമെങ്കിൽ അതിന് എന്ത് വേണം, തീപിടുത്തം ഉണ്ടാക്കി കൊടുക്കണം അല്ലേ. തീപിടുത്തം ഉള്ള സ്ഥലത്ത് വിട്ടാൽ അത് എന്തൊക്കെ ചെയ്യുമെന്ന് കാട്ടിക്കൊടുക്കും. അതുപോലെ തന്നെ നബിക്ക് തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായാൽ എന്ത് ചെയ്യും, തെറ്റിന് ശേഷം പശ്ചാത്തപിച്ച് മടങ്ങുമോ. പശ്ചാത്തപിച്ച് മടങ്ങണമെങ്കിൽ തെറ്റ് ചെയ്യണം. അപ്പോൾ ഫുള്ള് ഓക്കെ, ഫുള്ള് എല്ലാതും പരിശീലിച്ച് എല്ലാ ഇതും ചെക്ക് ചെയ്യുകയാണ് അവിടെ വെച്ചിട്ട്. അതുകൊണ്ടാണ് നബി അവിടെ നിന്ന് ഈ വിലക്കപ്പെട്ട കാര്യം കഴിച്ചതും. അങ്ങനെ അള്ളാഹുവിൽ നിന്ന് ചില വചനങ്ങൾ പഠിച്ച്, വചനങ്ങൾ വെച്ചാൽ അള്ളാഹു ആദ്യം തന്നെ നബിക്ക് പല ഇതും പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്, നാമങ്ങൾ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ പെട്ടതാണ് പശ്ചാത്താപ വചനങ്ങളും. അപ്പോൾ നബിക്ക് അത് ഓർമ്മയാവുകയും ഉടനെ അത് പ്രാർത്ഥിക്കുകയും അങ്ങനെ അള്ളാഹു പുറത്തു കൊടുക്കുകയും, എന്നിരുന്നാലും ചെയ്ത തെറ്റിന് ചെറിയൊരു ശിക്ഷ എന്ന രൂപത്തിൽ അള്ളാഹു ഭൂമിയിലേക്ക് അയക്കുകയും ചെയ്തു. പക്ഷേ ആ ശിക്ഷയല്ല, ശരിക്കും ഭൂമിയിലെ ഖലീഫയാണല്ലോ. അപ്പോൾ ഭൂമിയിലേക്ക് വരാനൊരു കാരണം ഉണ്ടാവുക, ഖേദം, ഭൂമിയിലേക്ക് വന്നതിന് ഖേദമില്ലാതിരിക്കുക അല്ലേ. അപ്പോൾ പരീക്ഷയിൽ തോറ്റ വിദ്യാർത്ഥി സ്വാഭാവികമായും പരീക്ഷ എഴുതുക. അപ്പോൾ ആ പരീക്ഷ എഴുതുന്നതിന് വിദ്യാർത്ഥിക്ക് പ്രശ്നമില്ല, കാരണം അവൻ തോറ്റതാണ്.
അതേസമയം വിജയിച്ചൊരു വിദ്യാർത്ഥി കൊണ്ട് സേ പരീക്ഷ എഴുതിയാൽ അവന് ക്ഷീണമാണ്, അവന് ചോദ്യം ചെയ്യും ഞാൻ സേ പരീക്ഷ എഴുതിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ ഭൂമിയിലേക്ക് വന്നപ്പോൾ നബിക്കൊരു വിഷമമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു തെറ്റ് ചെയ്തതില്ലേ. തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടും അല്ലേ. ഇപ്പോൾ ഇപ്പോൾ നമ്മളപ്പം പോലീസ് ജയിലിലിട്ടാൽ നമുക്ക് ഖേദമുണ്ടോ? കാരണം നമ്മൾ തെറ്റ് ചെയ്തതാണ്. തെറ്റ് ചെയ്യാത്ത ആളെ ഇട്ട് കഴിഞ്ഞാൽ ഖേദമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഭൂമിയിലേക്ക് വന്ന ആദം നബിക്ക് ആ ഖേദമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു അവിടെ വെച്ച് തെറ്റ് ചെയ്യിപ്പിച്ചത്. അള്ളാഹു ചെയ്യിപ്പിച്ചല്ല, മറ്റൊരു രൂപത്തിൽ അത് നിമിത്തമായി എന്ന് പറയാം. അപ്പോൾ ഒക്കത്തിനൊരു കാര്യകാരണ ബന്ധങ്ങളും ഒക്കെ ഉണ്ട്. സംഭവമേ യുഗയിലെ കാലാകാലങ്ങളിൽ സംഭവിക്കേണ്ടത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. പറഞ്ഞു വരുന്നത് മനുഷ്യന്മാർ തെറ്റ് ചെയ്യും, സ്വാഭാവികമാണ്. പക്ഷെ ചെയ്ത തെറ്റിൽ നമ്മൾ ഉറച്ചു നിൽക്കാൻ പാടില്ല. തെറ്റ് ചെയ്തു പോയ ഉടനെ നമ്മൾ പശ്ചാത്തപിച്ച് മടങ്ങണം. പശ്ചാത്തപിച്ച് മടങ്ങിയ ശേഷം പിന്നെ നമ്മൾ നടപടികൾ നന്നാക്കി തീർക്കുകയും നല്ലവരെ ജീവിക്കുകയും വേണം. അപ്പോൾ ഒരു മനുഷ്യൻ ഒരിക്കൽ തെറ്റ് ചെയ്തു, പശ്ചാത്തപിച്ച് മടങ്ങി. നമ്മളിലേക്ക് പിന്നെ ഒരിക്കലും അദ്ദേഹം തെറ്റ് ചെയ്യില്ല എന്നർത്ഥമില്ല, പിന്നെയും തെറ്റ് ചെയ്തു പോകും. മനുഷ്യനാണ്, മറവിയുള്ളവനാണ്. ചിലപ്പോൾ മദ്യപിച്ച വ്യക്തിക്ക് മദ്യപിച്ച ശേഷം വലിയ ഒരു മനസ്താപം ഉണ്ടായി, അവൻ പശ്ചാത്തപിച്ച് മടങ്ങി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ് ഒരിക്കലും അവൻ മദ്യപിക്കില്ല എന്ന് കരുതാൻ പറ്റില്ല. പിന്നെയും കുറേ കഴിഞ്ഞ് സുഹൃത്തുക്കളുടെ പ്രേരണ രണ്ടാമതും മദ്യപിക്കും. ആ സമയത്തും അവൻ രണ്ടാമതും പശ്ചാത്തപിച്ച് മടങ്ങണം. അപ്പോൾ രണ്ടാമത്തെ പശ്ചാത്തലം അള്ളാഹു സ്വീകരിക്കില്ല എന്നും പറയാൻ പറ്റില്ല. അള്ളാഹു കൈ നീട്ടിയിരിക്കുകയാണ്. പിന്നെ തൻ്റെ അടിമകൾ തന്നിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നുണ്ടോ എന്ന് നോക്കി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് രണ്ടാമത്തെ തവണയും അള്ളാഹു പശ്ചാത്തലം സ്വീകരിക്കും. നമ്മളൊരിക്കലും നിരാശരാവരുത്. ചില ആൾക്കാർ പറയും ഒരു തവണ മാത്രം അള്ളാഹു പശ്ചാത്തലം സ്വീകരിക്കും, തുടർച്ചയായ തെറ്റുകൾ ചെയ്തു പോയാൽ പശ്ചാത്തലം സ്വീകരിക്കില്ല എന്ന് പറയും. പക്ഷേ പാടില്ല. നബിവചനങ്ങളിൽ മനസ്സിലാവുന്നത് അള്ളാഹു എത്ര തവണ സ്വീകരിക്കും, പക്ഷേ നമ്മൾ ഏർപ്പാടാക്കി മാറ്റരുത്. എത്രയും അള്ളാഹു സ്വീകരിക്കും. അതുകൊണ്ട് നമുക്ക് എത്രയും തെറ്റ് ചെയ്യാമെന്നുള്ളത് വരരുത്. നമ്മൾ എന്ത് ചെയ്യണം? ജീവിതത്തിൽ ഒറ്റ പശ്ചാത്താപം ഉള്ളവനായി മാറാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം. എന്നിരുന്നാൽ ചിലപ്പോഴൊക്കെ രണ്ടാമതും തെറ്റുകളൊക്കെ ചെയ്തു പോകും. അപ്പോൾ നമ്മൾ രണ്ടാമതും പശ്ചാത്തപിച്ച് മടങ്ങാം. 2, 3 തവണ 100 തവണയൊക്കെ പശ്ചാത്തപിച്ച് മടങ്ങിയാലും അള്ളാഹു സ്വീകരിക്കും. പക്ഷെ അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്ത് ഏർപ്പാടാക്കി മാറ്റുകയും ചെയ്യരുത്. നമ്മൾ തെറ്റുകൾ സ്വാഭാവികമാണ്. ചില ആൾക്കാർ എന്ത് ചെയ്യും? 2, 3 തവണ തെറ്റ് ചെയ്യുമ്പോൾ പിന്നെ പശ്ചാത്താപം നിർത്തിയിട്ട് എന്ത് ചെയ്യും? നിരീശ്വരത്തിലേക്ക് പോകും. ഇനിയിപ്പോൾ എങ്ങനെയാണ് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുക? 1, 2 തവണ അല്ല, 3, 4 തവണ ഇപ്പോൾ സംഭവിക്കുന്നത്. ഇനിയിപ്പം എനിക്കിപ്പോൾ തെറ്റിൽ നിന്ന് ഏതായാലും വിട്ടു നിൽക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ ഈശ്വരത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് പോകും. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അള്ളാഹു എത്രയും പശ്ചാത്തപിച്ച് മടങ്ങും. അതുകൊണ്ട് അള്ളാഹു പശ്ചാത്തലം സ്വീകരിക്കുന്നതാണ് പ്രത്യേകം എടുത്തു പറയുന്നത്. നമ്മൾ അവിശ്വാസത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം മനുഷ്യൻ്റെ പ്രകൃതം അങ്ങനെയാണ്. തെറ്റ് കണ്ടാൽ തെറ്റിലേക്ക് പോയാലുള്ള ഗുണം എന്താ വെച്ചാൽ അപ്പം തന്നെ അതിന് ഗുണം കിട്ടും. ഒരു മദ്യപിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അവന് എന്ത് ചെയ്യും? ആ മദ്യപിച്ചിൻ്റെ സുഖം കിട്ടും. തുടക്കത്തിൽ ശരീരം അവനെ ആ മദ്യപാനത്തിൽ നിന്ന് അകറ്റുകയാണെങ്കിലും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ മദ്യം കഴിച്ചാൽ ലഹരി കിട്ടും കുറച്ച് കാലം. പിന്നെ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലഹരി കുറയും. സാധാരണ ബിയർ കുടിച്ചാൽ ലഹരി കിട്ടുന്ന അവന് വൈനും റമ്മും മുന്തിയ സാധനങ്ങളൊക്കെ കഴിക്കേണ്ടി വരും. അത് കൂടുതൽ കഴിക്കേണ്ടി വരും. ആദ്യത്തെ തവണ ഒരു ഗ്ലാസ്സിൽ 1/4 ഗ്ലാസ് മദ്യവും 3/4 ഗ്ലാസ് സോഡയും ഒഴിച്ച് കുടിച്ച് കഴിഞ്ഞാൽ അവന് ലഹരി കിട്ടുന്നതെങ്കിൽ അവന് ഒരു ഗ്ലാസ് പൂർണ്ണമായിട്ടും റമ്മ്, വൈന് തുടങ്ങിയ കൂടുതൽ ലഹരിയുള്ളത് കഴിച്ചാലും അവന് കിട്ടാതായി. കാരണം ശരീരം അതിനോട് ഇപ്പോൾ അഡിക്റ്റായിപ്പോയി. പിന്നെ അത് കിട്ടില്ല. അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഒരു തവണ സ്വയംഭോഗം ചെയ്തു, ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് രണ്ടാമത് സ്വയംഭോഗം ചെയ്താൽ ആദ്യം സ്വയംഭോഗം ചെയ്ത് കിട്ടില്ല. കാരണം കുറച്ച് സമയമല്ലേ ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇത് കുറേ മദ്യപിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ലഹരി നഷ്ടപ്പെടും അല്ലേ. നമ്മൾ ആദ്യമായിട്ട് മൂക്കിപ്പൊടി വലിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ തുമ്മില്ലേ, കുറേ തവണ നമ്മൾ തുമ്മും. പക്ഷേ പതിവായിട്ട് മൂക്കിപ്പൊടി വലിക്കുന്നവർ തുമ്മില്ല. ഒരു മൂക്കിൽ പൊടി വെക്കുക എന്നല്ലാണ്ട് തുമ്മില്ല ഒരിക്കലും. അപ്പോൾ അതാണ്. അപ്പോൾ അത് പിന്നെ ശരീരത്തിന് കഴിയില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മൾ തെറ്റിലേക്ക് പോയി പോകും. മനുഷ്യന്മാർ എങ്ങനെയാലും തെറ്റിലേക്ക് പോയി പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുക. അപ്പോൾ അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കുകയും നന്നാക്കി തീരുക. അതുപോലെ നമ്മൾ നന്നാവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. അള്ളാഹു എത്രയും പശ്ചാത്താപം സ്വീകരിക്കും. അതുകൊണ്ട് നമുക്ക് ഇനി തെറ്റ് ചെയ്ത് കൂട്ടാമെന്നും പറയാൻ എന്നുള്ള അതും പാടില്ല. അള്ളാഹു ഒരു തവണ മാത്രമേ പശ്ചാത്താപം സ്വീകരിക്കുകയുള്ളൂ എന്നും വിശ്വസിക്കാൻ പാടില്ല.
രണ്ടിനും ഒരു മധ്യനിലപാട് സ്വീകരിക്കണം. ഇസ്ലാം ഒരു മധ്യനിലപാട് സ്വീകരിക്കുകയാണ് എല്ലാ കാര്യത്തിലും പറഞ്ഞത്. അപ്പോൾ നമ്മൾ തെറ്റ് ചെയ്തു പോയാൽ നമ്മൾ അള്ളാഹിനോട് പശ്ചാത്തപിച്ച് മടങ്ങുക, പിന്നെ നന്നാക്കി തീർക്കുക. അങ്ങനെ തെറ്റിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത്രയും കൂട്ടുകാരുടെ ഇടയിലേക്ക് പോകാതിരിക്കുക. അങ്ങനെ മദ്യത്തിൻ്റെ ചിന്ത വരുന്ന ഇതിലേക്കൊന്നും പോകാതിരിക്കുക. ചില സിനിമകളിലൊക്കെ മദ്യപാനം രംഗങ്ങളുണ്ടെങ്കിൽ നമുക്ക് മദ്യപിക്കാൻ തോന്നും. അപ്പോൾ അങ്ങനെയുള്ള സിനിമകളിൽ പോകാതിരിക്കുക, മദ്യത്തിൻ്റെ പരസ്യങ്ങൾ കാണാതിരിക്കുക. അതുപോലെ തന്നെ കൂടുതൽ ടെൻഷനൊക്കെ വരുമ്പോഴാണ് മദ്യപിക്കുക. അപ്പോൾ ടെൻഷൻ ഇല്ലാതിരിക്കാൻ അള്ളാഹുൽ ഭരമേൽപ്പിക്കുക, നല്ല സുഹൃത്തുക്കളായിട്ട് കൂട്ടുകൂടുക, പള്ളികളിലും മറ്റ് ആരാധനാ കേന്ദ്രങ്ങളിലും ഒരുമിച്ച് നല്ല സുഹൃത്തുക്കളുടെ കൂടെ ഒരുമിച്ച് കൂടുക. അപ്പം പിന്നെ നല്ല സഹവാസത്തിൽ നമുക്ക് മദ്യത്തിൻ്റെ ചിന്ത വരില്ല. അങ്ങനെയൊക്കെ നമ്മൾ സ്വയം നന്നാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം അങ്ങനെ നമ്മൾ പശ്ചാത്തപിച്ച് അള്ളാഹുവിനോട് എപ്പോഴും പശ്ചാത്തപിച്ച് മടങ്ങുന്ന ഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണം തമ്പുരാനെ. നിരന്തരം തെറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തില്ല തമ്പുരാനെ. നമ്മൾ മനുഷ്യരാണ്. തെറ്റിനോട് നമുക്ക് ആഭിമുഖ്യം ഉണ്ടാവും. ആ തെറ്റിൻ്റെ സുഖം വളരെ എളുപ്പം കിട്ടുന്നത് കൊണ്ട്, മദ്യപിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സുഖം എളുപ്പം കിട്ടുന്നതുകൊണ്ട്, വ്യഭിചരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സുഖം എളുപ്പം കിട്ടുന്നത് കൊണ്ട് നമ്മൾ അത്തരം തെറ്റുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് തമ്പുരാനെ. ഒരിക്കലും അത്തരം തെറ്റിലേക്ക് പോകുന്നതിന് തൊട്ട് ഞങ്ങളെ കാക്കണമേ തമ്പുരാനെ. എൻ്റെ യഥാർത്ഥ ദാസന്മാരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണം തമ്പുരാനെ. ആമേൻ.